أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഏഴാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠം അൽ വഹ്ദത്തുൽ ഊല. ഇന്നഹു കാന തവ്വാബ. ഒന്നാമത്തെ പാഠത്തിൻ്റെ അർത്ഥം തീർച്ചയായും അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത് 3 തരത്തിലുള്ള ഹാഉകളെ കുറിച്ചാണ്. ഹാ ഉൽ ലമീർ, ഹാ ഉൽ തഅനീസ്, ഹാ ഉൽ സക്കത്ത. ഹാ ഉൽ ലമീർ, ഹാ ഉൽ ലമീറിൻ്റെ ഹാ വന്നാൽ ഇതിനെ നമ്മൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കുന്നത്. അവൻ, അത് എന്നീ അർത്ഥങ്ങളിലാണ് ഈ ഹാ വരാറുള്ളത്. ഇനി ഹാ ഉ തഅനീസ് നോക്കാം. ഹാ ഉ തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ താ ആയും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയും ഉച്ചരിക്കണം. ഇത് മുഅന്നസ് പദങ്ങളാക്കാൻ ഉപയോഗിക്കുന്ന ഹാ ആണ്. ഇനി നമുക്ക് ഹാ ഉ സക്കത്ത് നോക്കാം. ഹാ ഉ സക്കത്ത് വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുമ്പോൾ ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഉസ്താദെ, മസ്ജിദിൽ നിന്ന് മുഅദ്ദിൻ ഹയ്യ അലസ്വലാത്ത് എന്ന് പറയുമ്പോൾ അവസാനത്തെ താ കേൾക്കുന്നില്ലല്ലോ, റാസി മോൻ ചോദിച്ചു. ഉസ്താദ്, ഹാ ഉൽ ലമീർ, ഹാ ഉ തഅനീസ്, ഹാ ഉ സക്കത്ത എന്നിങ്ങനെ പ്രധാനമായും 3 തരത്തിൽ ഹാ വരാറുണ്ട്. അവൻ, അത് എന്നീ അർത്ഥങ്ങളുള്ള ഹാഇനാണ് ഹാ ഉൽ ലമീർ എന്ന് പറയുന്നത്. ഇന്നഹു കാന തവ്വാബ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. പദങ്ങൾ മുഅന്നസ് ആക്കാൻ ഉപയോഗിക്കുന്ന ഹാഇനെ ഹാ ഉ തഅനീസ് എന്നാണ് പേര്. ഇതിന് ശേഷമുള്ള പദത്തോട് ചേർത്തി വായിക്കുമ്പോൾ താ ആയും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയുമാണ് ഉച്ചരിക്കുക. ഉദാഹരണം നോക്കാം. ഹയ്യ അലസ്വലാത്ത്, ഖദ് ഖാമത്തിസ്വലാത്ത്, റാളിയതം മർളിയ, അൽ ഖാരിയതു മൽ ഖാരിയ. ഇനി മൂന്നാമത്തെ ഒരിനം ഹാ കൂടി ഉണ്ട്. കിതാബിയ, ഹിസാബിയ, മാലിയ, മാഹിയ, സുൽത്താനിയ പോലെയുള്ളവയുടെ അവസാനമുള്ളത് സക്തിൻ്റെ ഹാവുകളാണ്. അല്പം അടങ്ങണമെന്ന് സൂചിപ്പിക്കുന്ന ഈ ഹാവുകൾക്ക് സുക്കൂനായിരിക്കും. വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുമ്പോൾ ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ചുകൊണ്ടാണ് ഹാവ് സക്കത്തിൽ പാരായണം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നോക്കാം. ഹാ ഉ തഅനീസ്, ഹാ ഉൽ ലമീർ, ഹാ ഉ സക്കത്ത്. നിഅമത്തല്ലാ, ഹാ ഉ തഅനീസിൻ്റെ ഹാ ആണ് നിഅമത്തല്ലാ. അസ്സബാനിയ, സുഹുഫം മുതഹറ, റാളിയതം മർളിയ, അന്നഫ്സുൽ മുത്മഇന്ന. ഹാ ഉൽ ലമീർ, വസാഖഹു അഹദ്, അസാബഹു അഹദ്, ലഹു സിക്ര, ഫഅതത് ബിഹി ഖൗമഹ, അലൈഹി റിസ്ഖുഹു. ഹാ ഉ സക്കത്ത്, കിതാബിയ, ഹിസാബിയ, മാലിയ, സുൽത്താനിയ, ലം യതസന്ന. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നസ്ല് ചേർത്ത് എഴുതുക. ഹാ ഉൽ ലമീർ, ഹാ ഉൽ ലമീർ. 2 ഹാ ഉ തഅനീസ്, 3 ഹാ ഉ സക്കത്ത്.
ഒന്നാമത്തെ ഹാ ഉള്ളമീറിന് സി, അദാബഹു അഹദ്. 2 ഹാ ഉത്തനീസ് എ, മൽഖാരിഅ. 3 ഹാ ഉസ്സക്കത്ത് ലം യതസന്നഹ്, ബി ലെറ്ററാണ്, ലം യതസന്നഹ്. നുജിബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ അവൻ അത് എന്നീ അർത്ഥമുള്ള ഹാ ഏത്? അതിൻ്റെ ആൻസർ ഹാ ഉള്ളമീർ. ആൻസർ ഹാ ഉള്ളമീർ. രണ്ടാമത്തെ പദങ്ങളെ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹാ അതിൻ്റെ പേരെന്ത്? ആൻസർ ഹാ ഉത്തനീസ്. 3 ഹിസാബിയ എന്നതിൽ ഏത് ഹാ ആണുള്ളത്? ഹാ ഉസ്സക്കത്ത്. ആൻസർ ഹാ ഉസ്സക്കത്ത്. 3 നുജിബ്, ഉത്തരം എഴുതുക. 1 പ്രധാനമായും 3 തരത്തിൽ ഹാ വരാറുണ്ട്, ഏതെല്ലാം? ഒന്നാമത്തെ ഹാ ഉള്ളമീർ, 2 ഹാ ഉത്തനീസ്, 3 ഹാ ഉസ്സക്കത്ത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹാ ഉത്തനീസ് താ ആയി ഉച്ചരിക്കണം എപ്പോൾ? അതിൻ്റെ ആൻസർ ഇതിനു ശേഷമുള്ള പദത്തോട് ചേർത്തി വായിക്കുമ്പോൾ. അതിൻ്റെ ആൻസർ ഇതിന് ശേഷമുള്ള പദത്തോട് ചേർത്തി വായിക്കുമ്പോൾ. 3 ഹാ ഉത്തനീസ് ഹാ ആയി ഉച്ചരിക്കണം എപ്പോൾ? അതിൻ്റെ ആൻസർ ഇതിന് വഖഫായി ഉച്ചരിക്കുമ്പോൾ. അതിൻ്റെ ആൻസറാണ് വഖഫായി ഉച്ചരിക്കുമ്പോൾ. 4 ഹാ ഉസ്സക്കത്തിൽ പാരായണം ചെയ്യേണ്ടത് എങ്ങനെ? ശ്വാസം വിടാതെ, ശബ്ദം അല്പം മുറിച്ചുകൊണ്ടാണ്. അതിൻ്റെ ആൻസർ ശ്വാസം വിടാതെ, ശബ്ദം അല്പം മുറിച്ചുകൊണ്ടാണ്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണേ. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖലറായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തുൽ ഐനൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ.